പുറകിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതുവഴി നേട്ടം കൊയ്യാനും കൊതിക്കുന്ന ചൂഷകവർഗത്തിലെ പിന്തിരിപ്പന്മാരാണ്, കോർപ്പറേറ്റ് കൊള്ളക്കാരാണ്. അവരാണ് എല്ലാ മതങ്ങളിലും തലപൊക്കുന്ന ഈ മതതീവ്രവാദത്തിൻ്റെ കാരണക്കാർ. അവരോട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും LDFിനും ഒരു ബന്ധവുമില്ല, ഉണ്ടാവുകയുമില്ല. ഖണ്ഡിതമായി പറയുന്നു, ഞങ്ങൾ മതം വേറെ, കപട മതവാദം വേറെ, മതവിശ്വാസം വേറെ, മതഭ്രാന്ത് വേറെ, മതം വേറെ, മതതീവ്രവാദം വേറെ. ഞങ്ങൾ യഥാർത്ഥ മതവിശ്വാസിയെ ബന്ധുക്കളായി കാണും. ഞങ്ങൾ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൈകൾ നീട്ടിപ്പിടിച്ച് പറയും യഥാർത്ഥ വിശ്വാസിയോട്, ഞങ്ങൾ നിങ്ങളെ ബന്ധുക്കളായി കാണുന്നു, ഞങ്ങൾ കൈകോർത്ത് പിടിക്കാൻ തയ്യാറാണ്. മതതീവ്രവാദത്തിൻ്റെയും മതഭ്രാന്തിൻ്റെയും ശക്തികൾ അഴിച്ചുവിടുന്ന തെറ്റായ ആശയങ്ങളെ ചെറുക്കാൻ, നമ്മുടെ നാടിൻ്റെ മതേതര മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ ഉള്ള മഹാസമരത്തിൽ ബന്ധുക്കളായി ഞങ്ങൾ നിങ്ങളെ കാണുന്നു. അതിനുവേണ്ടി ആ സമരത്തിനായി ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർത്ത് പിടിക്കും. ഞങ്ങൾ ഒരു കാരണവശാലും മതഭ്രാന്തിനോട് സന്ധി ചെയ്യില്ല. മതതീവ്രവാദം മതമല്ല, മതം വേറെ, മതതീവ്രവാദം വെറുതെ പറഞ്ഞതല്ല. മതതീവ്രവാദം മതമല്ല, മതഭ്രാന്ത് മതമല്ല, മതമൗലികവാദം മതമല്ല. മതതീവ്രവാദം സത്യം പറഞ്ഞാൽ മതത്തിനും മനുഷ്യനും ദൈവത്തിനുമെതിരാണ്. മതത്തിനും മനുഷ്യനും ദൈവത്തിനുമെതിരായ മതതീവ്രവാദത്തെ തോൽപ്പിക്കാനുള്ള സമരത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ മതവിശ്വാസിയുമായി 1000 തവണ ബന്ധങ്ങൾ സ്ഥാപിക്കും. ഇതാണ് CPI നിലപാട്. അവിടെ ആശയക്കുഴപ്പങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ശബരിമലയിലെ സ്വത്ത് സ്വർണ്ണപ്പാളിയാകാം, അതിൻ്റെ കട്ട്ളപ്പടിയാകാം, ദ്വാരപാലക ശില്പമാകാം, എന്തുവാകാം, അവിടുത്തെ ഒരു മന്ത്രിയെങ്കിലും വിലപ്പെട്ടതുണ്ടെങ്കിൽ ആ സ്വത്തിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആദരപൂർവ്വം കാണേണ്ട ഒന്നാണ്. ആ സ്വത്ത് അപഹരിച്ചത് ആരായാലും അവരോട് വിട്ടുവീഴ്ചയ്ക്കില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് LDF ഗവൺമെൻറ് SITയുടെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ പോലും തടയാതിരുന്നത്.